അപ്പൊ കളർ കിട്ടുന്നുണ്ട് എനിക്ക് പാലടയുടെ. നമ്മൾ ഉണ്ടാക്കുമ്പോ ഇടും. ഇത് കണ്ടത് ഒരു കാരമൽ ഇതേപോലെ ഒരു സ്മെല്ലുണ്ട്. 1 ലിറ്റർ പാല് തിളപ്പിക്കണം അല്ലേ? ഗ്യാസ് ഓൺ ചെയ്യൂ. പാട് വരുന്നുണ്ട്. ഇപ്പൊ മിക്സ് ചെയ്യണോ? പഞ്ചസാര ഒട്ടുവിടണ്ട. വേണ്ട, നന്നായി തിളപ്പിച്ചാൽ മതിയില്ലേ? എത്ര മിനിറ്റ് ഞാൻ നോക്കി. നല്ല കളറൊക്കെ മാറി തുടങ്ങിട്ടാ തിളച്ച് വന്നപ്പോഴേക്കും. ഇനി ഇത് വേണ്ടോ അല്ലേ? 15 മിനിറ്റ്. ഇന്ന് ഓണായിട്ട് നമ്മൾ പായസം മാത്രം. കാരണം നമ്മൾ ഇന്ന് പുറത്തു പോവാണ്, ഹൈദരാബാദാണ്. അപ്പോൾ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോവാ. ഇത് കാരമൽ ചെയ്തിട്ട് വന്നിങ്ങനെ കണ്ട ഇൻസ്റ്റൻറ്റ് സദ്യ പാലട മിക്സ് ഡബിൾ ഹോഴ്സിൻ്റെ. ഇതിൽ ഓൾറെഡി എനിക്ക് തോന്നണ കാരമൽ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട നന്നായി വെന്ത് വരുന്നുണ്ട്. ആ, അത് കാരമൽ ചെയ്ത കാരണം തോന്നുന്നുണ്ട് ആ ഷേപ്പ്. ആ, ഇത് ഞാൻ വാങ്ങിയിട്ടില്ല ഈ പായസത്തിന്റെ മിക്സ് കേട്ടോ. ഞാനൊരു ഗ്രീൻ കളറുള്ളത് കിട്ടി. ആ, ഇത് കാരമൽ ചെയ്തത്. അപ്പൊ പാലട തയ്യാറാക്കാന്ന്. ആ, അപ്പൊ അതിന് പകരം ഇതല്ലേ? ഇതിന്റെ ഷേപ്പ് ഒക്കെ മറ്റേതായിട്ട് കാരമലാണ് അതിന്റെ മുകളിലുണ്ടായിരുന്നത്. ആ, പരന്ന പോലത്തെ ഇടുങ്ങി അത് കലിഞ്ഞു കണ്ട. ഉരുണ്ടിട്ടല്ലായിരുന്നേ, അതൊക്കെ അലിഞ്ഞു വരുന്നു. അതായത് കാരമൽ ഇതിന് ശേഷം അതിലേക്ക് അടയിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അവരെടുത്തിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ടാവും. പിന്നെ പാലൊഴിച്ചിട്ട് പിന്നെ അത് ഇട്ടാൽ മതിയല്ലോ. വാങ്ങണ പാലടയിലൊന്നും നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ലില്ല, ഉണ്ടാവില്ല. ഞാനിവിടെ എറണാകുളത്തൊക്കെ പാലട വാങ്ങുമ്പോ അതിലൊന്നും ഇല്ല. ഈ പാലും അടയും മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ നെയ്യിൽ മൂപ്പിച്ചിട്ടിടും. എടി, ഇത് അട വെന്തുണ്ടാവോ? 15 മിനിറ്റ് ആയി ഇല്ല അല്ലേ? ഇത് പറ്റുണ്ടത്. കാരണം ഇത് വലിയ തീലല്ലേ വെച്ചേക്കണേ. നോക്കിട്ട് പാലൊഴിച്ചാ മതി. നല്ല സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? ആ, അതില് ഉണ്ട് കാരമൽ. ഇതിന് ഒരു നെയ്യിന്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു. എന്ത് കാച്ചാ? ആ, എന്താ ഏകദേശം ആയിണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടത്. ആ, ഇതിങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലെങ്കിലും. പാലട അല്ലേ? അത് നമ്മൾ അങ്ങനെ തിന്നാണ്. കണ്ട പാലട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. വെരി ടേസ്റ്റി, യമ്മി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല കട്ടിയില്. സൈഡിലുള്ളതൊക്കെ വടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ടിയും കൂടി കൂടും തോന്നണം. റൈത്ത സാലഡ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ. അല്ല, സവോള ഉണ്ട്, കുറച്ചുള്ളൂ. മല്ലിയില ഉണ്ട്, പച്ചമുളകുണ്ട്. ഇത് ഗ്രേവി. ഇതെന്താ വെറുതെ ഒരു ഇത് വെച്ചിട്ടല്ലേ സാലഡ്. ഇത് നമ്മുടെ ഹൈദരാബാദി മട്ടൻ ബിരിയാണി. കഴിയട്ടെ. मीट है इसमें, मीट है कम है इसमें से थोड़ा वाना ഇതിന് എടുത്തോ, ഒരു കഷ്ണം എടുത്തോ. മട്ടൻ ബിരിയാണി. അപ്പം നമ്മൾ ഓണത്തിൻ്റെ അന്ന് നല്ല മട്ടൻ ബിരിയാണി കഴിച്ച് പായസം കുടിച്ച്
ഓണാഘോഷിക്കാം.